നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ടോപ്പ് 5-ൽ എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ആരാധകർ. ടിക്കറ്റ് ഫിനാലെ അവസാനിച്ചു കഴിഞ്ഞു. ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി ആഴ്ചകൾ മാത്രം. നിലവിൽ ജാസ്മിൻ, ജിൻഡോ, നോറ, അഭിഷേക്, സിജോ, അർജുൻ, ശ്രീതു, ഋഷി എന്നിവരാണ് ഹൌസിൽ അവശേഷിക്കുന്നത്. ഇതിൽ അഭിഷേക് ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ വിജയിച്ച് ഫൈനലിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അവസാന പോരാട്ടം ജാസ്മിനും ജിൻഡോയും അഭിഷേകും തമ്മിലായിരിക്കുമെന്ന് പ്രവചനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ജിൻഡോ, അഭിഷേക്, അർജുൻ പോരാട്ടത്തിനായിരിക്കും ഫൈനൽ വേദിയാകുകയെന്ന് പറയുകയാണ് ഒരു ആരാധകർ. ഫൈനലിലേക്ക് അടുക്കുന്തോറും ജാസ്മിൻ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണെന്നും മികച്ച പ്രകടനത്തിലൂടെ അർജുൻ വോട്ടിംഗിൽ മുന്നേറുകയാണെന്നുമാണ് ആരാധകൻ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ജിൻഡോ, അഭിഷേക്, അർജുൻ ഇവർ തമ്മിൽ ആവും ഇനി ഫൈനൽ പോരാട്ടം. ജാസ്മിൻ ജാഫർ അതിദയനീയമായി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. പുറത്ത് സ്ട്രോങ് ആയ PR ടീം ഉണ്ടായിട്ടും അകത്ത് വീക്കെൻഡ് ഡയറക്ടർ ഹാഫിസിന്റെ ശക്തമായ പിന്തുണ ഉണ്ടായിട്ടും ആ ഒരു അവസരം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ജാസ്മിൻ ജാഫറിന് സാധിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അർജുൻ ഉറക്കത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ജനങ്ങളെ എന്റർടൈൻ ചെയ്യാനും ആരംഭിച്ചതോടുകൂടിയാണ് ജനപ്രീതിയിൽ അർജുൻ ജാസ്മിനെ മറികടന്ന് മുന്നോട്ടേക്ക് വരുന്നത്. ശ്രീതു ഒരുപക്ഷെ പുറത്താവുകയാണെങ്കിൽ അർജുൻ വോട്ടിംഗിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും. ഒരിടവേളയ്ക്ക് ശേഷം സിജോ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ പുറത്തെ തന്റെ വോട്ടിംഗിൽ പ്രതിഫലിപ്പിക്കാൻ സിജോയ്ക്ക് സാധിക്കുന്നില്ല. പുറത്തുവന്ന സായി ആരെ പിന്തുണയ്ക്കുമെന്നത് സിജോയ്ക്കും ജാസ്മിനും ഒരുപോലെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതാണ്. സായി സിജോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ആദ്യമായിട്ടാവും വോട്ടിംഗിന്റെ ആദ്യ ആഴ്ചകളിൽ 2-ാം സ്ഥാനത്ത് നിന്ന് ജാസ്മിൻ 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. ഇത് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണർന്നു കളിച്ചാൽ ജാസ്മിൻ നല്ലത് എന്നും പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ പരസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അവശേഷിക്കുന്നുള്ളൂ. അതിന്റെ ത്രില്ലിലാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കാറായപ്പോൾ ഒരുപാട് സർപ്രൈസുകൾ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് മോഹൻലാൽ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു. അതിൽ ഒരു സർപ്രൈസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഹൌസിൽ നടന്നത്. സീസൺ 6-ലെ അവശേഷിക്കുന്ന 8 മത്സരാർത്ഥികളെ ഓഡീഷൻ ചെയ്യാനായി സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമാണ് ഹൌസിലേക്ക് എത്തിയത്. ആദ്യമായാണ് ബിഗ് ബോസ് ഹൌസിലേക്ക് ഓഡീഷനായി ജിത്തു ജോസഫ് എത്തുന്നത്. 8 പേരെയും 2 പേർ അടങ്ങുന്ന ഗ്രൂപ്പായി തിരിച്ച് ഓരോ സന്ദർഭവും ബിഗ് ബോസ് നൽകിയിരുന്നു. 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 8 പേരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മത്സരാർത്ഥികൾ ആരും തന്നെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരുമാണ് തങ്ങളെ ഓഡീഷൻ ചെയ്യാൻ എത്തുന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 പേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അതിന്റെ അമ്പരപ്പ് മത്സരാർത്ഥികളുടെ മുഖത്തുണ്ടായിരുന്നു. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിക്കാൻ ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. 8 മത്സരാർത്ഥികളാണ് ഷോയിൽ നിലവിൽ അവശേഷിക്കുന്നത്. ഈ വാരാന്ത്യത്തിൽ ആരൊക്കെ എവിക്റ്റ് ആവും എന്നതും പ്രേക്ഷകരിലെ കൗതുകകരമായ കാത്തിരിപ്പാണ്.